അല്ല, ഒരു കേരളത്തിൽ ഒരിക്കലും കേട്ടുകേഴ്വിയില്ലാത്തൊരു സംഭവമാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഒരു MLA-യുടെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവിടെ എന്താണ് സംഭവം? ഒരു ആദിവാസി യുവാവിന് ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധമുണ്ടാകുന്നു. അത് സ്വാഭാവികമായ പ്രതിഷേധമാണ്. ആ സ്വാഭാവികമായ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് ഒരു MLA അർദ്ധരാത്രിയിൽ ഇത്രയും വലിയ പോലീസിനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളത്? ഇപ്പം PDPP ആക്ട് അനുസരിച്ചാണെങ്കിൽ എത്രയോ ആളുകളുടെ പേരിൽ PDPP കേസുണ്ട്. അവരെല്ലാം അറസ്റ്റ് ചെയ്യാറുണ്ടോ? നിയമസഭയിൽ അക്രമം നടത്തിയ ആളുകൾ മന്ത്രിസഭയിലും അസംബ്ലിയിലും ഇപ്പോഴും ഇരിപ്പുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ തന്നെ കോതമംഗലത്ത്, അന്നിവിടെ ഡീനുണ്ടായിരുന്നു, കോതമംഗലത്ത് ഡീൻ കുര്യാക്കോസ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും വന്ന DCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവിടെ ആന ചവിട്ടിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ MLA-യെയും പെരുമ്പാവൂർ MLA-യും പോലീസ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കി. അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നത്, ഞാനവിടെ സത്യാഗ്രഹം ഇരുന്നുകൊണ്ടാണ് അന്ന് അറസ്റ്റ് ചെയ്യാഞ്ഞത്. ഇതെല്ലാം വളരെ തെറ്റായ നടപടിയാണ്. പിണറായി വിജയനെ വിമർശിച്ചാൽ ആരെയും അറസ്റ്റ് ചെയ്ത് കളയും, ജയിലിലടയ്ക്കുമെന്ന് പറയുന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. അത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. അത് ഇന്ന് ഇത്തരം ഈ പോലീസ് ഈ നടപടി സ്വീകരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെയും ഗവൺമെൻറ്റിനെയും വിമർശിച്ചതിൻ്റെ പേരിൽ PV അൻവറെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒന്നാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അല്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. 2 തവണ MLA ആയ ഒരു ജനപ്രതിനിധിയല്ലേ. അപ്പോൾ ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്ന ചില മര്യാദകളുണ്ട്. രാത്രിയിൽ DYSPയുടെ നേതൃത്വത്തിൽ മുഴുവൻ പോലീസും ഞാൻ വീട് വളഞ്ഞ് ഒരാളിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നത് തെറ്റായ നടപടിയാണ്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അല്ല, അത് UDF കൂടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്കൊരു അഭിപ്രായം പറയേണ്ടതല്ല. ഇവിടെ അതല്ലല്ലോ വിഷയം. അവിടെ വിഷയമെന്ന് പറയുന്നത് ഇന്ന് കാർഷിക മേഖലയിൽ കർഷകർക്ക് കൃഷി പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. വന്യജീവികളുടെ ശല്യം വളരെ ഗുരുതരമാണ്. ആന, കാട്ടുപോത്ത്, അതോടൊപ്പം തന്നെ പുലി, ഇതെല്ലാം വ്യാപകമായി ഇറങ്ങുന്ന ഒരു സമയമാണ്. അത് കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. എത്ര പേരാണ് ഇതിന് പേര് മരിക്കുന്നത്? ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തൊടുപുഴയ്ക്കടുത്ത് അല്ലേ, മുള്ളരിങ്ങാട് ഒരു സംഭവം ഉണ്ടായില്ല ഇതുപോലെ. അവിടെ MP അടക്കമുള്ള ആളുകൾക്ക് സത്യാഗ്രഹം അനുഷ്ഠിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ് വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിൻ്റെ പേരിൽ ആളുകളെ അറസ്റ്റ് ചെയ്ത് MLA-മാർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തോളം ഇല്ല. അങ്ങനെ ഒരു ചർച്ച നടത്തിയായിട്ട് എനിക്കറിയില്ല. അത് ഇക്കാര്യത്തിലൊക്കെ UDF എടുക്കേണ്ട തീരുമാനമാണ്. അതിപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ല. കൂട്ടായൊരു ചർച്ച അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.